ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും സ്കിൻ കെയർ എല്ലാം ഇൻക്ലൂഡ് ആക്കിന്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ വീഡിയോ ആരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് നേരം എക്സസൈസ് ആക്കി. പിന്നെ മോന് മദ്രസക്ക് പോയ പിന്നെ പൂച്ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്ത്. പൂച്ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് പിന്നെ ബാക്ക് സൈഡിലുള്ള തെങ്ങിനും സപ്പോട്ട ചെടിക്കും പപ്പായ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് പിന്നെ കവാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ട്. കുട്ടികളെ യൂണിഫോമും പുതിയ തുണിയെല്ലാം ഞാൻ മെഷീനിലിടില്ല, അതിനെല്ലാം ഞാൻ കയ്യിൽ തന്നെ കയറ്റിട്ട്. തുണിയെല്ലാം കയറ്റി ഉണങ്ങാനിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഡ്ഡലി വേവാൻ വെച്ച്. എന്നിട്ട് ലഞ്ച് ബോക്സൊക്കെ പലാവാക്കി. പലാവുക്ക് പക്കോട ആക്കാൻ വേണ്ടിയിട്ട് 4 മീഡിയം സൈസ് ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില ചപ്പ്, ഇതിനെല്ലാം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് ചാട്ട് മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതിനെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്ത്. ഇതെല്ലാം മിക്സാക്കി പിന്നെ കടലപ്പൊടി കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുത്ത്. ഇങ്ങനെ നല്ലോണം കുഴക്കുമ്പോൾ ഉള്ളിൻ്റെ വെള്ളം വിടുന്നത് കൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതെന്നെ കറക്റ്റ് പാകത്തിലായിന്. ഇപ്പോൾ എണ്ണ ചൂടായിന്, ഇനി കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി പിന്നെ അതിനെ തിരിച്ചിട്ട് എന്നിട്ട് നല്ല ബ്രൗൺ കളറായ പിന്നെ അതിനെ കോരിയെടുത്ത്. അങ്ങനെ കുറച്ച് പക്കോട ഫ്രൈ ആക്കി പിന്നെ ബാക്കി മാവിനെ ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം ചായക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി കുട്ടികളെ ലഞ്ച് ബോക്സിന് പലാവ് ഇട്ടിട്ട് സൈഡിൽ പക്കോട ഇട്ട് കൊടുത്ത്. അങ്ങനെ 2 ആളെ ലഞ്ച് ബോക്സ് ഫില്ലാക്കി പിന്നെ വാട്ടർ ബോട്ടിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് ഇതെല്ലാം ലഞ്ച് ബാഗിൽ ഇട്ട് കൊടുത്ത്. അങ്ങനെ ലഞ്ച് ബാഗ് റെഡിയായ പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചട്നി, പിന്നെ കുറച്ച് നെയ്യ് ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുത്ത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ പിന്നെ മോളെ തലഭാരത്ത് 2 ജട കെട്ടി കൊടുത്ത്. വെഡ്നെസ്ഡേയും സാറ്റർഡേയും കുട്ടികൾക്ക് ട്രാക്ക് പാൻറ്റും ടീഷർട്ടും, ബാക്കി ദിവസമെല്ലാം മാമൂലി യൂണിഫോം. ഇന്ന് കുട്ടികളെ ഹസ്ബൻഡിനെ സ്കൂൾക്ക് കൊണ്ടാക്കി. ഹസ്ബൻഡ് പണിക്ക് പോകുമ്പോൾ അങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പോകും. അങ്ങനെ ഹസ്ബൻഡും കുട്ടികളെല്ലാം പോയി പിന്നെ ഞാൻ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കാലിയാക്കി. ഞാൻ ഫിഷ് ടാങ്കിലുള്ള വെള്ളം തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെല്ലാം ഒഴിച്ച് കൊടുക്കൽ. പിന്നെ ബാക്കിയുള്ള വെള്ളത്തിന് ബക്കറ്റ് കുഴിച്ചിട്ട് അതിൽ ഫിഷുകളെല്ലാം ഇട്ട് കൊടുക്കും. ഇനി അടിയിലുള്ള സ്റ്റോനെല്ലാം എടുത്തിട്ട് ഫിഷ് ടാങ്കും സ്റ്റോനെല്ലാം പാങ്ങിൽ കയറ്റി ഫിഷ് ടാങ്കിൽ നല്ല വെള്ളം നിറച്ചിട്ട് സ്റ്റോനെല്ലാം ഇട്ടിട്ട് കൊടുന്ന് വെച്ച്. എന്നിട്ട് അതിലേക്ക് ഫിഷുകൾ ഇട്ട് കൊടുത്ത്. ചെറുതും വലുതുമായിട്ട് കുറേ ഫിഷുകൾ കൊടുന്നിട്ടിട്ടുണ്ടായി. ഇപ്പം എല്ലാം വലുതെല്ലാം ചത്തുപോയി. ഇപ്പോൾ ചെറിയ മീൻ മാത്രം കുറച്ചേ ഉള്ളൂ. എന്നിട്ട് ഫിഷുകൾക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്ത്.
അങ്ങനെ ഫിഷ് ടാങ്കെല്ലാം ക്ലീൻ ആക്കിയ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് വന്ന് ഫസ്റ്റാണ് ഞാൻ ബെഡ്റൂമിൽ നിന്ന് തന്നെ ക്ലീൻ ആക്കാൻ തുടങ്ങിയത്. അങ്ങനെ പുതപ്പെല്ലാം മടക്കി വെച്ചിട്ട് ബെഡെല്ലാം നല്ല സെറ്റാക്കി വിരിച്ചിട്ട് അങ്ങനെ ബെഡെല്ലാം പിരിച്ചിട്ടിട്ടായ പിന്നെ മെഷീൻ്റെ മേലെ കുറേ തുണിയെല്ലാം ഉണ്ടായി, അതിനെല്ലാം മടക്കി വെച്ച് കൗവാനുള്ള തുണിയെല്ലാം കൗവാനിട്ടിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം അതത് സ്ഥലത്ത് എടുത്ത് വെച്ച് തോർത്തെല്ലാം ഉണങ്ങാനിട്ട് എല്ലാ റൂമും ക്ലീൻ ആക്കിയിട്ട് ആയ പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് വാരിക്കൊണ്ട് വന്ന് ഞാൻ എപ്പോഴും നില തുടക്കുന്ന മുമ്പ് ഇങ്ങനെ ഗ്ലാസ്സുകൾ, ടീപ്പായി, പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വിനീഗറും വെള്ളവും വെച്ചിട്ട് എല്ലാം പാങ്ങ് നീട്ടായിട്ട് തുടച്ചിട്ട് പിന്നെ ഞാൻ നില തുടക്കൽ. അപ്പം നല്ല നീട്ടായിട്ടുണ്ടാവും. അങ്ങനെ ഇതെല്ലാം തുടച്ചിട്ടായ പിന്നെ ഞാൻ ഒരു സൈഡ് തന്നെ നില തുടച്ചുകൊണ്ട് വന്ന് അപ്പം മെഷീനിൽ തുണി തിരുമ്പിയിട്ടായിട്ടുണ്ടായി, അതിനെല്ലാം ഉണങ്ങാനിട്ടിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ കുക്കിംഗ് ആക്കുന്ന മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് മുഖത്തേക്കെല്ലാം അപ്ലൈ ആക്കിയിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ പണിക്ക് നിൽക്കല്. അപ്പോൾ കുക്കിങ്ങെല്ലാം ആകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഞാൻ ഒരു പൊത്ത പപ്പായ ഉണ്ട്, അതിന് നല്ലോണം സ്നാഷ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എന്നിട്ട് മുഖത്തേക്കും നെക്കും കൈക്കെല്ലാം അപ്ലൈ ആക്കി കൊടുത്തു. അങ്ങനെ ഫേസ് പാക്കെല്ലാം ഇട്ടിട്ടായ പിന്നെ ഞാൻ കറിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീൻസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി എല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവാൻ വെച്ച്. മറ്റേ സൈഡ് ബീട്രൂട്ട് വറവാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ചൂടായ പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ പിന്നെ കടുകും കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും ഇട്ടിട്ട് ഫ്രൈ ആക്കി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ടാക്കിയതും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കി ബീട്രൂട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വേവാൻ വെച്ച്. കറിക്ക് അരച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തു. ഇപ്പോൾ കുക്കറിൻ്റെ ഹെയർ പോയിഞ്ഞ് ഞാൻ വെജിറ്റബിൾസ് 2 വിസിലാക്കിയിട്ട് വേവിച്ചിട്ടുണ്ടായി. ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം. കറി തിളക്കുന്ന മുമ്പ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മറ്റേ സൈഡ് ബീട്രൂട്ട് വേവാൻ വെച്ചിട്ടുണ്ടായി. അത് ഒരു വിസിലാക്കി പിന്നെ കുക്കറിൻ്റെ എയർ പോയ പിന്നെ കുറച്ച് തേങ്ങ ചിരവിതിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച്. ഇപ്പോൾ കറി നല്ലോണം തിളച്ചിന്, ഇതിങ്ങനെ തിളക്കട്ട്. അപ്പോൾ മറ്റേ സൈഡ് ഒരു ചെറിയ പാൻ ചൂടാവാൻ വെച്ചിട്ട് പാൻ ചൂടായ പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് കടുക്, ജീരകം, കറിവേപ്പില ചപ്പിട്ടിട്ട് ഫ്ലെയിം ഓഫാക്കിയ പിന്നെ കുറച്ച് സാമ്പാർ പൊടി പിന്നെ കുറച്ച് ഇങ്കും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത്. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി കട്ടാക്കിയതിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച്. അങ്ങനെ ക്ലീനിങ്ങും കുക്കിംഗും എല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറ് വെച്ച് വൈകുന്നേരം കുട്ടികൾ വന്ന് പിന്നെ നിസ്കരിച്ചിട്ട് രാവിലെ ആക്കിയ പക്കോടത്തിൻ്റെ മാവ് കുറച്ചുണ്ടായി, അതിനെ പക്കോടം ആക്കിയിട്ട് ചായ കുടിച്ച്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.